നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു, നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വിളക്ക് വെപ്പും പൂജാമുറിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇലയുടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ധാരാളമായിട്ട് വാഴയില കിട്ടാനും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിന്ന് ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ മഴയത്ത് നല്ല കട്ടൻ ചായയും ഇലയുടെയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. നമുക്ക് കഴിക്കുമ്പോൾ ഒരു പഴയ കാലത്തിലേക്ക് നമ്മളങ്ങോട്ട് പോകും. പഴയ കാലത്ത് ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ വളരെ റയറായിട്ട് മാത്രമല്ലേ നമുക്കത് കഴിക്കാൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. തേങ്ങ ചിരവി വെച്ചു. പിന്നെ ശർക്കര ഞാൻ ആ കല്ലുണ്ട്, ഇടികല്ലിൽ പൊടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പൊടിയല്ല, നമ്മൾ ശർക്കര സാധാരണ ഇടികല്ലിൽ പൊടിച്ചിട്ട് ഒരു 2 ഏലക്കായും ഇട്ട് പൊടിച്ചിട്ട് നമ്മൾ തേങ്ങയിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ തിരുമ്മി ചേർത്ത് സ്റ്റീമർ നമ്മൾ സ്റ്റൗവിൽ വെച്ചു. എന്നിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതൊക്കെ പാകാക്കിയിട്ട് നമ്മൾ ഓൾറെഡി മാവ് ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അരിപ്പൊടിയും ഒക്കെ കൂടെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇലയിൽ അത് പരത്തി നമ്മൾ അത് റെഡിയാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒക്കെ റെഡിയാക്കി ശർക്കരയും തേങ്ങയും ഏലക്കായൊക്കെ ഇട്ടു. ഇനി ഇലയിൽ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തു. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനും ഇലയുടെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ്, അല്ലാതെ പ്രത്യേകതകളൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്നതിൽ. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തേങ്ങയും ശർക്കരയും ഏലക്കായൊക്കെ ഇടുന്നതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ആവിയിൽ വേവിക്കുമ്പോൾ നമ്മുടെ പഴവും കൂടെ അതിനകത്ത് ചേർക്കുന്നത് ഇഷ്ടം. അല്ലാതെ തന്നെ ആവിയിൽ നമ്മൾ പഴം പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. രാവിലത്തെ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് അതും ആവാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്തിട്ട് ഇലയുടെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീമറിൽ വെച്ചു. അത് ഇനി വെന്ത് വരട്ടെ കേട്ടോ. കാരണം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഇതിൽ ചെറുതായിട്ട് വേവിന് ഒരു ചെറിയ പ്രശ്നം വരാറുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ തവ എടുക്കാൻ പോകാനുള്ള സൗകര്യക്കുറവ് കൊണ്ട് ഞാൻ കത്തി കൊണ്ടൊക്കെയാണ് ആക്കുന്നത്. കൈ ചൂട് കയറാതെ നോക്കട്ടോ. നമ്മൾ ചെയ്യുന്നവരൊക്കെ അടുപ്പിൽ അതിൻ്റെ ആവി കൊണ്ട് കൈ കൊള്ളാതെ നോക്കണം കേട്ടോ, ആർത്തി മുത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഓരോന്ന് വേവിച്ചെടുത്തു. ഒരു 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.